പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും വിശുദ്ധ ഖുർആനും അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത. ഖുർആൻ അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രിയോറിറ്റി. ജീവിതത്തിൽ നമ്മളേറ്റവും കൂടുതൽ അവലംബിക്കേണ്ടത്, മാനദണ്ഡമാക്കേണ്ടത്, നമ്മളുടെ മുന്നിൽ നിർത്തേണ്ടത്, ജീവിതത്തിന് നമ്മൾ മാർഗദർശനം കണ്ടെത്തേണ്ടത്, തെളിവുകളും ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് നാം അന്വേഷിക്കേണ്ടത് അത് വിശുദ്ധ ഖുർആനിലാണ്. നമ്മളിപ്പോഴുള്ള വർത്തമാന സാഹചര്യത്തിൽ ഇവിടെ നടക്കുന്ന പലവിധ തെറ്റായ കാര്യങ്ങൾക്ക് പോലും ഖുർആനിനെ സ്വീകരിക്കുകയും ഖുർആനിൽ നിന്ന് തെളിവ് പറയുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ തിരൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് പുതിയങ്ങാടി എന്നുള്ള സ്ഥലത്ത് ഒരു നേർച്ച നടക്കുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് ഒരു ആന ഇടയുകയും ആ നേർച്ചയുടെ ഭാഗമായി ഉണ്ടായ ഒരു സംഭവം, ആന ഇടയുകയും ഒരാളെ എടുത്ത് വലിച്ചെറിയുകയും ചെയ്ത ഒരു കാര്യം നമ്മൾക്കെല്ലാവർക്കും കാണാനിടയായി. സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന ഉത്സവങ്ങളിലും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് നടക്കുന്നതായ ആഘോഷങ്ങളിലുമെല്ലാം ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇസ്ലാമികമായി ഇതിനെന്തെങ്കിലുമൊക്കെ പിൻഫലമുണ്ടോ? ഇതുപോലും ന്യായീകരിച്ച് ഇതിന് പോലും ഖുർആനിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെക്കുറിച്ച് ഖുർആനിൽ പറയുന്നില്ലേ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത്രയും മനുഷ്യബുദ്ധിക്ക് പോലും അപ്പുറത്തുള്ള ചില കാര്യങ്ങളെ ഖുർആൻ കൊണ്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതായ ഒരു ജനവിഭാഗം നമ്മൾ അത്രമാത്രം നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ അധപ്പതിച്ച് പോയിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഇവിടെയാണ്, ഈ ഒരു സാഹചര്യത്തിലാണ് വിശുദ്ധ ഖുർആൻ എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ ഖുർആൻ എന്താണ് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ഖുർആൻ അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതായ പ്രസക്തി ഉണ്ടാകുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും ആളുകൾ അശ്രദ്ധരാണ്. നെഗ്ലിഗൻസ്, അശ്രദ്ധ മനുഷ്യരെ പിടികൂടിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുർ റൂമിലെ ഒരു വചനം നമുക്കിവിടെ വ്യക്തമാണ്. യഅലമൂന ളാഹിറം മിനൽ ഹയാത്തി ദുനിയ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. ആളുകൾ ജീവിതത്തിൽ, ഈ ദുന്യവിയായ ജീവിതത്തിൽ ഉള്ള ചിലതിനെ അവർ തിരിച്ചറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ ദുനിയാവിലെ ജീവിതത്തിനെ കുറിച്ച് ആളുകൾ വല്ലാതെ അതിനെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും പരലോകം എന്തെന്ന് തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണല്ലോ ഒരു നേർച്ച എന്ന് പറയുന്നത് തന്നെ എന്താണ് ഇസ്ലാമിൽ നേർച്ച എന്ന് നാം കൃത്യമായി പഠിക്കേണ്ടിയിരിക്കും. ആളുകളുടെ ദർഗകളോടനുബന്ധിച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഇസ്ലാമിലുണ്ടോ എന്ന് നാം ആദ്യം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത് തന്നെ ഇസ്ലാമിൽ അങ്ങനെ ഒരു ചര്യയില്ല. അതിനപ്പുറമാണ് ഇത്തരത്തിലുള്ളതായ ചില ആഘോഷങ്ങൾ. ചില മൃഗങ്ങളെയും മറ്റും കൊണ്ടുവന്ന് ആളുകൾ ഡാൻസ് ചെയ്ത്, പാട്ടുപാടി, നൃത്തം വെച്ച്, സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പരസ്പരം തൊട്ടുരുമ്മി നിന്ന് നടത്തുന്നതായ ഇത്തരം ആഘോഷങ്ങളിൽ നാം കാണുമ്പോൾ എത്രമാത്രം ആളുകൾ പരലോകത്തിനെ തൊട്ട്, ഖുർആനിനെ തൊട്ട് എത്രമാത്രം ആളുകൾ അകന്ന് ജീവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആളുകൾക്ക് ജീവിതം എന്ന് പറയുന്നത് ഇപ്പം വെറും ആസ്വാദനമാണ്. അതുപോലെ തന്നെ അത്യാഗ്രഹമാണ് ജീവിതം എന്ന് പറയുന്നത്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അതഖവ്വഫു അലൈക്കും ഇത്നൈൻ. 2 കാര്യമാണ് നിങ്ങളിൽ ഉണ്ടാവുന്നത് ഞാൻ ഭയപ്പെടുന്നത്. 2 കാര്യം നിങ്ങളിൽ ഉണ്ടാകുന്നത് ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഒന്നാമത്തത് അദ്ദേഹം പറഞ്ഞു, തൂലുൽ അമൽ, അത്യാഗ്രഹം. എന്ത് കിട്ടിയാലും പിന്നെയും പിന്നെയും ഉണ്ടാകണം എന്നുള്ളതായ ആഗ്രഹം, അത് ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നു. അതുപോലെ വത്തിബ ഉൽ ഹവ,
എന്തിനേയും തെറ്റായ കാര്യങ്ങളെ പിന്തുടരാനുള്ളതായ ഒരു ആസ്വാദന ശക്തി, അതും നിങ്ങളിൽ ഞാൻ ഭയപ്പെടുന്നു എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഹസനുൽ ബസ്രി മറ്റൊരു പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, മാ അത്വാല അബ്ദുൻ അൽ അമല ഇല്ല അസാൽ അമൽ. ഒരാളിൽ അത്യാഗ്രഹം കൂടുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ മോശമാകുന്നു. അപ്പം അത്യാഗ്രഹം വല്ലാതെ ആഗ്രഹിക്കുന്നത്, ദുനിയാവിൽ വല്ലാതെ നമ്മൾ ആഗ്രഹിച്ചു പോകുന്നത് നമ്മളുടെ കർമ്മങ്ങൾ മോശമാവാൻ കാരണമാണെന്ന് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആളുകൾ കളിതമാശകൾ കൂടി, അതുകൊണ്ട് തന്നെ ഖുർആൻ മറന്നു പോവുകയാണ്. ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുകയാണ് ആളുകൾ ചെയ്യുന്നത്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതിയ ആയത്തിലുള്ളത്, ഇഖ്തറബ ലിന്നാസ് ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ആളുകൾക്ക് അവരുടെ ഹിസാബ് അടുത്തിട്ടുണ്ട്, മരണം അടുത്തിട്ടുണ്ട്, പരലോകം അടുത്തിട്ടുണ്ട്, അന്ത്യനാളിലേക്ക് ആളുകൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിട്ടും അവർ അശ്രദ്ധരാണ്. ആളുകൾക്ക് അല്ലാഹുവിൽ നിന്ന് എന്തെങ്കിലും സന്ദേശം, വിശുദ്ധ ഖുർആനിൻ്റെ എന്തെങ്കിലും സന്ദേശം ആളുകൾക്ക് എത്തുമ്പോഴെല്ലാം ആളുകൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാഹിയത്തൻ ഖുലൂബുഹും, ഹൃദയം കൊണ്ട് അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം ഒരു ബിസിനസ് പോലെയാണ് ജീവിതം. എ ബിസിനസ് ദാറ്റ് വിൽ നോട്ട് പെരിഷ് എന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നതാണ്. സൂറത്തു ഫാത്തിറിലെ വചനം, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്ന ആളുകൾ വിശുദ്ധ ഖുർആനൊക്കെ ഓതുന്നുണ്ട്. വ അഖാമുസ്സലാ, നിസ്കാരം നിലനിർത്തുന്നുണ്ട്. വ അൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വ അലാനിയ, അതുപോലെ രഹസ്യമായും പരസ്യമായും അള്ളാഹു നൽകിയതിൽ നിന്ന് സ്വതക്ക ചെയ്യുന്നുമുണ്ട്, ചെലവഴിക്കുന്നുമുണ്ട്. അങ്ങനത്തെ ആളുകൾ യർജൂന തിജാറത്തൻ ലൻ തബൂർ, അവരാഗ്രഹിക്കുന്നത് നശിക്കാത്ത നഷ്ടമില്ലാത്ത ബിസിനസ്സാണ്. അതാണ് റിയൽ ലൈഫ്. റിയൽ ബിസിനസ് എന്ന് പറയുന്നത്, നഷ്ടമില്ലാത്ത ബിസിനസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവരാണ്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നതോടൊപ്പം തന്നെ നിസ്കരിക്കുന്നവരാണ്. വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വ അലാനിയ, നിസ്കരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഗ്രന്ഥം പാരായണം ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് രഹസ്യമായും പരസ്യമായും അള്ളാഹു നൽകിയതിൽ നിന്ന് ചിലവഴിക്കുന്നവരുമാണെന്ന് സൂറത്ത് ഫാത്തിറിലെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ലയുവഫിയഹും ഉജൂറഹും വയസീദഹും മിൻ ഫളി ഇന്നഹു ഗഫൂറുൻ ശകൂർ, അള്ളാഹു അവർക്ക് കൃത്യമായി പ്രതിഫലം നൽകുന്നതാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഖുർആനിനെ പലപ്പോഴും ആളുകൾ മറന്നു പോവുകയാണ്. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീത്ത് പരിചയപ്പെടാം. അല്ലാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, മൻ ഖറഅ അശ്റ ആയാതിൻ ഫീ ലൈല ലൻ യുക്തബ മിനൽ ഗാഫിലിൻ, ആരെങ്കിലും ഒരു രാത്രിയിൽ 10 ആയത്ത് 10 വേഴ്സസ് ഫ്രം ഹോളി ഖുർആൻ ആരാണ് പാരായണം ചെയ്യുന്നത്, 10 ആയത്ത് ആരാണ് ഒരു രാത്രിയിൽ പാരായണം ചെയ്യുന്നത്, അവൻ ഒരിക്കലും അശ്രദ്ധരുടെ കൂട്ടത്തിലാവുകയില്ല, ശ്രദ്ധയില്ലാത്ത ആളുകളിൽ എഴുതപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വഖാല നബിയ്യ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്ളൻ, ഒരിക്കൽ റസൂൽ വീണ്ടും പറഞ്ഞു, അൽ ഖുർആൻ ഹുജ്ജത്തുൻ ലക് ഔ അലൈക്, ഖുർആൻ നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിന്നേക്കാം, അതേ ഖുർആൻ തന്നെ നിങ്ങൾക്ക് പ്രതികൂലമായും സാക്ഷി നിന്നേൽക്കാം, നിങ്ങൾക്ക് പ്രതികൂലമായും ഖുർആൻ സാക്ഷി നിന്നേക്കാം. അതെപ്പോഴാ? ചില ആളുകളൊക്കെ ഖുർആൻ വെച്ച് ചില തിരിമറികൾ നടത്തുന്നുണ്ടല്ലോ, ഖുർആൻ പാരായണം ചെയ്തിട്ടും അതനുസരിച്ച് ജീവിക്കാതിരിക്കുന്നുണ്ടല്ലോ. ആ ആളുകൾക്കെതിരെ ഖുർആൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷി പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നേരത്തെ ആയത്തിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഖുർആൻ പാരായണമാണ്. രണ്ടാമത്തെ കാര്യം ഫസ്സല, നിസ്കാരത്തെക്കുറിച്ചാണ്. നിസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അൽ ബഖറ സൂറത്തിലെ 45-46 വചനങ്ങൾ, വസ്തഈനു ബിസ്സബ്രി വസ്സല,
നിങ്ങൾ ക്ഷമിക്കണം, നിസ്കാരം കൊണ്ട് സഹായം തേടണം. അപ്പം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നാണ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ അല്ലദീന യളുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. ഈ നിസ്കാരം എന്നുള്ളത് ആരുടെ അത് ഭയഭക്തിയുള്ള ആളുകൾക്ക് അത് ഏറ്റവും എളുപ്പമാണ്. ഭയഭക്തിയുള്ള ആളുകൾ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഭയഭക്തി ഇല്ലാത്ത ആളുകൾക്ക് അതൊരു പ്രയാസമാണ്. നിസ്കാരം എന്നുള്ളത് ഹൃദയത്തിൽ ഈമാനില്ലാത്ത ആളുകൾക്ക് അതൊരു വലിയൊരു ബേർഡൻ, വലിയൊരു ഭാരം പോലെയാണ്. പക്ഷേ ഈമാനുള്ള ആളുകൾക്ക് അത് ബേർഡനല്ല, അത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള, അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നുള്ളതായ ഒരു വിശ്വാസത്തിൽ നടത്തുന്നതായ ഏറ്റവും വലിയ ആരാധനാ കർമ്മമാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആർക്കാണത് പ്രയാസമുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അത്ഖലുസ്സലാ അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാ വസലാത്തുൽ ഫജ്ർ. മുനാഫിക്കീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള 2 നിസ്കാരം റസൂലുള്ളാഹി പരിചയപ്പെടുത്തി. അത് സുബ്ഹി നമസ്കാരമാണ്, ഇശാ നമസ്കാരമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ സമയത്താണല്ലോ ഇപ്പം മനുഷ്യന്മാരൊക്കെ ലൈവായിക്കൊണ്ട് നിൽക്കുന്നത്. ഈ സമയത്താണ്, ഈ സുബൈ നമസ്കാര സമയത്തും അതുപോലെ തന്നെ ഇശാ സമയത്ത് ആളുകൾ ഇപ്പം പഴയ കാലത്ത് അപേക്ഷിച്ച് ഇപ്പം ആളുകൾ കൂടുതൽ ലൈവാണ്. കാരണം അവർ ആനന്ദത്തിന് വേണ്ടിയും അടിച്ചു പൊളിക്കാൻ വേണ്ടിയും പുറത്തേക്ക് ഇറങ്ങുന്നത്, അതുപോലെ തന്നെ ആഘോഷങ്ങളാക്കി മാറ്റുന്നത് ഈ സമയമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ 2 നിസ്കാരം അത് മുനാഫിക്കീങ്ങൾക്ക് പ്രയാസമാണ്. ഇനി മറ്റൊരിക്കൽ റസൂൽ പറഞ്ഞത് നോക്കൂ, മൻ ഹാഫള അലാ ഹഉലാഇ സ്വലാ അൽ മക്തൂബാത്ത് ലം യുക്തബ് മിനൽ ഗാഫിലീൻ. ആരെങ്കിലും ഈ 5 വക്ത് നിസ്കാരം കൃത്യമായി നല്ല വിശ്വാസത്തോടു കൂടി നിർവഹിക്കുകയാണെങ്കിൽ അവരൊരിക്കലും ഗാഫിലീങ്ങളിൽ ഉൾപ്പെടുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അശ്രദ്ധരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതേ റസൂൽ തന്നെ പഠിപ്പിച്ചു, മൻ ഖറഅ ഫീ ലൈലത്തിൻ മിഅത ആയ കുതിബ മിനൽ ഖാനിതീൻ. ആരെങ്കിലും ഒരു ദിവസം രാത്രി 100 ആയത്ത് വിശുദ്ധ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്താൽ അവൻ്റെ സ്ഥാനം ഖാനിതീൻ, രാത്രി നിന്ന് നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇനി ആ ആയത്തിൽ പറഞ്ഞ 3-ാമത്തെ ഒരു കാര്യം അത് ദാനധർമ്മത്തെക്കുറിച്ചാണ്. വഅൻഫിഖു മിമ്മാ റസഖ്നാകും സിർറൻ വഅലാനിയ. അതൊന്നും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം പറഞ്ഞു എന്താണ്? നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു. ആ നിസ്കാരം അള്ളാഹുവും അടിമയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ്. പക്ഷേ അതിൻ്റെ അവസാനം പറഞ്ഞു അടിമയും അവൻ്റെ സഹോദരങ്ങളും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ്. അതാണ് സ്വതക്ക എന്ന് പറയുന്നത്, സക്കാത്ത് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പരലോകത്ത് ഏറ്റവും നല്ല പ്രതിഫലമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു. ഇപ്പോഴേ നമ്മുടെ ചുറ്റുപാടുകൾ നിങ്ങളൊന്ന് നോക്കിയിട്ടുണ്ടോ? ഇപ്പോഴേ ചില സ്ഥലങ്ങളിലൊക്കെ റിസോർട്ടുകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ബീച്ച് ഉണ്ടെങ്കിൽ അതൊക്കെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആളുകൾ ആ ലോകത്തേക്ക് വരാൻ വേണ്ടി ഇവിടുത്തെ പല സ്ഥലങ്ങളിലെ ഭരണകൂടങ്ങൾ വളരെ വളരെ കൃത്യമായി കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബീച്ചിൽ പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷേ വെറും ആസ്വാദനം, ഒരു റിസോർട്ട് ലൈഫ്, ഒരു ബീച്ച് ലൈഫ്, അതിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. ലാ തുൽഹിക്കും അംവാലുക്കും, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സന്താനം അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും നിങ്ങളെ തടയാതിരിക്കട്ടെ. സൂറത്തുൽ മുനാഫിഖൂനിലുള്ള ആയത്താണ്, നമ്മൾ നിരന്തരം കേൾക്കുന്ന ആയത്താണ്. പക്ഷേ എന്നിട്ടും നമ്മൾ പലപ്പോഴും നമ്മുടെ സമ്പത്ത് കൊണ്ട് ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ ഒഴുകുകയാണ്. ഇപ്പോൾ ഒരു ബീച്ച്, ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൽ എന്താണുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. തൊട്ടടുത്തൊരു 4 കിലോമീറ്റർ അപ്പുറത്തൊരു ബീച്ച് ഉദ്ഘാടനം ചെയ്താൽ അവിടെ ആളുകൾ ഒഴുകുകയാണ്, ട്രാഫിക് ജാമുകൾ ഉണ്ടാവുകയാണ്. കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. ഇറ്റ് ഈസ് നോട്ട് ഡിഫറെൻറ്റ് ഫ്രം കോഴിക്കോട് ബീച്ച്. സെയിം തിങ്, അവിടെ എല്ലാം കാണുന്നത് സെയിം തിങ് ആണ്. പക്ഷേ എന്നിട്ടും ആളുകൾ ഒഴുകുകയാണ്. എന്തിനാണ് ഒഴുകുന്നത്?
വെറും ആസ്വാദനം മാത്രം. അപ്പം എന്തൊക്കെയോ ഇതിൻ്റെ പിന്നിലെല്ലാം ഉണ്ട്, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമുക്ക് ആസ്വദിക്കാം, നമുക്ക് യാത്ര ചെയ്യാം, അതെല്ലാം അനുവദനീയമാണ്. പക്ഷെ ഇതിൻ്റെ പിന്നിൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈമാൻ നഷ്ടപ്പെടുന്ന കാഴ്ചകളിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ആ കൃത്യമായ നിസ്കാരത്തിൽ നിന്ന് നമ്മൾ അശ്രദ്ധരാകുന്നുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പഠിപ്പിച്ചു, വല്ലാഹി മൽ ഫഖ്റു അഖ്ശാ അലൈക്കും വലാകിന്നി അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയ അലൈക്കും. നിങ്ങളിൽ ദാരിദ്ര്യം ഞാൻ ഭയപ്പെടുന്നില്ല, പോവേർട്ടി ഞാൻ ഭയപ്പെടുന്നില്ല. പക്ഷേ ഞാൻ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്, ദുനിയാവിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നത്. കാരണം മുൻഗാമികൾക്ക് ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായപ്പോൾ അവരതിലിങ്ങനെ മത്സരിച്ചു, അങ്ങനെ അവർ നശിച്ചു. അതുപോലെ നിങ്ങളാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു, ഇന്ന അക്സറ മാ അഖാഫു അലൈക്കും മാ യുഖ്രിജുല്ലാഹു ലക്കും മിൻ ബറകാത്തിൽ അർദ്. ഞാൻ നിങ്ങളിൽ ഏറ്റവും ഭയപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ. അത് ഈ ഭൂമിയിലുള്ള ബർക്കത്തുകളാണ്. ബറക്കത്ത്. അപ്പം നമുക്കൊരു അത്ഭുതം ഉണ്ടാകും. ബറക്കത്ത് അത് പരീക്ഷണമോ അല്ലെങ്കിൽ ബർക്കത്ത് എന്നുള്ളത് ഭയപ്പെടേണ്ട ഒരു കാര്യമാണോ? അപ്പോൾ സഹാബികൾ ചോദിച്ചു, വമാ ബറക്കാത്തുൽ അർദ്, വാട്ട് ഡു യു മീൻ ബൈ ബറക്കാത്ത്? പ്രവാചകരെ, എന്താണ് താങ്കൾ ബർക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹ്റത്തുദ് ദുനിയ, അട്രാക്ഷൻസ് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തുള്ള നല്ല പ്രൗഢികളൊക്കെ ഉണ്ടല്ലോ, അട്രാക്ഷൻസ്, നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് സഹ്റത്തുദ് ദുനിയ. അത് ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നുണ്ട്, കരുതിയിരിക്കണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ കൃത്യമായി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പം നമ്മൾ ഖുർആനിൽ നിന്ന് അകലാൻ പാടില്ല. ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ എന്ന് നാം ഭയപ്പെടേണ്ടതുണ്ട്. പലപ്പോഴും നമ്മളൊരു ജോലി ചെയ്യാൻ അപ്പോൾ ചില ആളുകൾ വരും, ഡു യു വാണ്ട് അഡീഷണൽ ഇൻകം? നിങ്ങൾക്ക് അഡീഷണൽ ഇൻകം വേണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്തൂടെ? അപ്പോൾ അവർ പറയും, പ്ലീസ് അറ്റൻഡ് ക്ലൗഡ് മീറ്റിംഗ് ഓർ സൂം മീറ്റിംഗ്. അപ്പോൾ നമ്മൾ അഡീഷണൽ ഇൻകം, അപ്പോൾ എന്തായാലും ഇന്നത്തെ 7 PM ആ മീറ്റിങ്ങിൽ നമ്മൾക്ക് പങ്കെടുക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് നിൽക്കും. അത് പലിശയാണോ ഇൻട്രസ്റ്റ് ആണോ ഒന്നും നമ്മൾ ആലോചിക്കില്ല. നമ്മൾ അതിലങ്ങ് ഭാഗവാക്കാവും. അവരുടെ ചില വാഗ്ദാനങ്ങൾ കേട്ട് ആ ബിസിനസ്സിൽ നമ്മൾ പങ്കാളിയാവും. നമ്മളെല്ലാം ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബി. നിഷിദ്ധമായതിൽ മുളച്ചു പൊന്തിയ എല്ലാ ശരീരഭാഗങ്ങളും മാംസവും അത് നരകമാണ്, അതിന് ഏറ്റവും ബന്ധപ്പെട്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പം നരകത്തിലേക്ക് എത്തുന്ന വഴികൾ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുകയല്ല വേണ്ടത്. ശ്രദ്ധിക്കണം. എന്ത് ബിസിനസ് ആണെങ്കിലും ശ്രദ്ധിക്കണം, എന്ത് ആക്ടിവിറ്റീസ് ആണെങ്കിലും ശ്രദ്ധിക്കണം, എന്ത് ആസ്വാദനമാണെങ്കിലും ശ്രദ്ധിക്കണം. ഈവൻ ബീച്ചിലേക്കുള്ളൊരു യാത്രയാണെങ്കിലും ശ്രദ്ധിക്കണം. നമ്മൾ തെറ്റിലേക്കാണോ പോകുന്നത്? ഈ ക്രൗഡിൻ്റെ ആ ഒരു ക്രൗഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ തെറ്റിൽ അകപ്പെടുമോ എന്നുള്ള ഒരു ചിന്ത നമുക്കാവശ്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, വിശുദ്ധ ഖുർആനിലായത്, ലാ തകുൻ മിമ്മൻ യഖൂൽ യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നതിൽ, അങ്ങനെ പറയുന്നവരുടെ കൂട്ടത്തിൽ പെടരുത്. അത് പരലോകത്ത് നിന്ന് പറയുന്നതാണ്. കുറേ തെറ്റുകൾ ചെയ്തിട്ട് പരലോകത്ത് നിന്ന് മനുഷ്യൻ പറയും, യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ. അങ്ങനെ പറയുന്നവരിൽ പെടരുത്. ഖിയാമത്ത് നാളിൽ ഇങ്ങനെ വരാൻ ഇടവരരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതേ റസൂൽ തന്നെ ഒരു ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമ ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമ ബൈള. തിഹാമ പർവ്വതത്തിൻ്റെ അത്രയും നന്മകളുമായി ചില ആളുകൾ ഖിയാമത്ത് നാളിൽ വരും. തിഹാമ പർവ്വതത്തിൻ്റെ അത്രയും വലിപ്പത്തിൽ നന്മകളുമായി ഖിയാമത്ത് നാളിൽ ചില ആളുകൾ വരും. ഫയജ്അലുല്ലാഹു അസ്സ വജല്ല ഹബഅൻ മൻസൂറ. പക്ഷേ അവരുടെ കർമ്മങ്ങളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്ന ധൂളികളെപ്പോലെ, വൈക്കോലുകളെപ്പോലെ ആയിത്തീരും. അവർക്ക് ഉപകാരപ്പെടുകയില്ല. അപ്പോൾ സൗബാൻ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂൽ അല്ലാഹ് സിഫ്ഹും ലന
അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. റസൂലെ, അവരാരാണ് എന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് അവരിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, അവരിൽ ഞങ്ങൾ പെട്ടുപോവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയും. അപ്പോൾ റസൂൽ എന്താണെന്ന് അറിയാം പറഞ്ഞ മറുപടി? അമാ ഇന്നഹും ഇഖ്വാനുക്കും, നിങ്ങളുടെ ബ്രദേഴ്സ് തന്നെ ആയിരിക്കും അവർ, അഥവാ നിങ്ങളിൽ നിന്ന് തന്നെ ആയിരിക്കും അങ്ങനെയുള്ള ആളുകൾ. വമിൻ ജിൽദതികും വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, നിങ്ങൾ നിസ്കരിക്കുന്നത് പോലെ ആയ ആളുകളും രാത്രിയൊക്കെ നിസ്കരിക്കുന്ന ആളുകൾ തന്നെയാണ്. വലകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാ ഇൻതഹഖൂഹ, പക്ഷേ ചില നിഷിദ്ധമായ കാര്യങ്ങളുമായി സമീപിക്കുമ്പോൾ അവർ ആ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അപ്പം കുറേ നിസ്കരിച്ചു, കുറേ രാത്രി നിസ്കരിച്ചു, അതിനെയൊക്കെ തകർത്ത് കളയുന്ന ചില സംഗതികളാണ് നിഷിദ്ധമായ ചില കാര്യങ്ങൾ. അതിനെ തിരിച്ചറിയണം. അങ്ങനെ നരകത്തിലേക്ക് നിരന്തരം നമ്മൾ ചെന്നെടുക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറദൂ ബിൽ ഹയാത്തിദ് ദുനിയ വത്മഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ ഉലൈക മഅവാഹുമുൻ നാറു ബിമാ കാനൂ യക്സിബൂൻ. നിശ്ചയം ചില ആളുകൾ, നമ്മളെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ചില ആളുകൾ, ദുനിയവിയായ ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചില ആളുകൾ, അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അശ്രദ്ധരായി ജീവിക്കുന്നവരാണ്. അവരുടെ സങ്കേതം, അവർ എന്താണോ ചെയ്തത് അതിൻ്റെ പ്രതിഫലമായി അവർ ചെന്ന് ചേരാനുള്ളത് നരകത്തിലാണെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിലെ 7-8 വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, കർമ്മം അതാണ് ഏറ്റവും വലുത്. എന്താണ് ജീവിതമെന്നൊരിക്കൽ റാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അഅ്മാലുനാ ഫിൽ ഹയാ യവഹ്ദഹ അൽ ഹയാ, നമ്മുടെ ജീവിതത്തിലെ നല്ല കർമ്മങ്ങൾ അതാണ് ജീവിതം. ജീവിതം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ ബോഡി ടെമ്പറേച്ചറാണ് ജീവിതം, നമ്മുടെ വാക്കിംഗ് ആണ് ജീവിതം, നമ്മുടെ എക്സസൈസാണ് ജീവിതം, മെക്സ് 7 നമ്മൾ പങ്കെടുക്കുന്നതാണ് ജീവിതം, മറ്റു പലതുമാണ് ജീവിതം, നമ്മൾ യാത്ര ചെയ്യുന്നതാണ് ജീവിതം. അല്ല, ജീവിതം എന്ന് പറയുന്നത് അഅ്മാലുനാ ഫിൽ ഹയാ, നമ്മുടെ ജീവിതത്തിലെ കർമ്മങ്ങളാണ് ജീവിതം. അതാണ് റിയൽ ലൈഫ് എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ മടങ്ങണം, വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങണം, നമ്മൾ അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് മടങ്ങണം. കാരണം ആത്യന്തിക ജീവിതം അത് പരലോകമാണ്. ആ രീതിയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസീക്കും ഇബാദല്ലാഹ് വസാനിയം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആളുകൾ പലപ്പോഴും പറയാറുള്ളൊരു വാക്കാണ് ഐ ആം ബിസി, ഞാൻ ബിസിയാണെന്ന് പറയും. എന്താ അതിൻ്റെ അർത്ഥം? ഈ ഐ ആം ബിസി എന്ന് പറഞ്ഞാൽ പലപ്പോഴും അതൊരു നെഗറ്റീവ് കോണ്ടെക്സ്റ്റിൽ പറയുന്നതാണ്. എന്തിനെങ്കിലും വിളിച്ചാൽ ഉടനെ പറയുന്ന ഒരു നെഗറ്റീവ് കോണ്ടെക്സ്റ്റിൽ റീപ്ലൈ ചെയ്യുന്ന ഒരു സംഗതിക്ക് പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഐ ആം ബിസി. പോസിറ്റീവ് സാഹചര്യത്തിലാണെങ്കിൽ ഐ വിൽ കം ദർ എന്നാണ് പറയാം. വരാതിരിക്കാൻ എന്താണോ നമ്മളൊരു ഇത് കാണുന്നത് അവിടെ നമ്മൾ പെട്ടെന്ന് പറയും ഐ ആം ബിസി എന്ന് പറയും. അപ്പം ബിസി എന്നുള്ളത് ഏറ്റവും നല്ല ഒരു, അല്ലെങ്കിൽ ലെഷർ ടൈം എന്നുള്ളത്, ഒഴിവ് സമയം എന്നുള്ളത് ഏറ്റവും നല്ല ഒരു അനുഗ്രഹമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ വക്തുൽ ഫറാ ഫുർസത്തുൻ സമീന, ഒഴിവ് സമയം, ലെഷർ ടൈം, അത് നല്ലൊരു അവസരമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീത്തിൽ കാണാം, യഅ്തനിൻ ഖംസ ഖബ്ല ഖംസ്, 5 കാര്യം നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് 5 കാര്യത്തെ നിങ്ങൾ മുതലെടുക്കണം, നിങ്ങൾ ഉപകാരപ്പെടുത്തണം. എന്നിട്ട് റസൂൽ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, ഫറഅക ഖബ്ല ശുഅലിക്, നീ ബിസി ആകുന്നതിന് മുമ്പ് നിൻ്റെ ഒഴിവ് സമയത്തെ നീ യൂട്ടിലൈസ് ചെയ്യാൻ, ഉപയോഗപ്പെടുത്താൻ നിനക്ക് കഴിയട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അക്കാദ് എന്ന് പറയുന്ന അറബിയിലൊരു എഴുത്തുകാരുണ്ട്, അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. അദ്ദേഹത്തിനൊരു ഗ്രന്ഥമുണ്ട്, അന എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. എന്താണ്? ഐ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഐ, മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ, അറബിയിൽ പറഞ്ഞാൽ അന എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. ആ ഗ്രന്ഥത്തിൽ ഒരു അധ്യായമുണ്ട്, ഒരു ചാപ്റ്റർ, യൂണിറ്റ്. ആ യൂണിറ്റിൻ്റെ പേരെന്താ അറിയോ? തഅല്ലംതു മിൻ ഔഖാത്തിൽ ഫറാ, ഒഴിവ് സമയത്തിൽ നിന്ന് ഞാൻ ധാരാളം പഠിച്ചു. പലർക്കും ഒഴിവ് സമയം എന്നുള്ളത് ഒന്നും ചെയ്യാത്തതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ യൂണിറ്റിൻ്റെ പേര് തന്നെ എന്താണെന്നറിയോ? ഒഴിവ് സമയത്തിൽ നിന്ന് ഐ ലേൺഡ് എ ലോട്ട് ഓഫ് ഇൻ ദ ലെഷർ ടൈം. ഒഴിവ് സമയത്തിൽ നിന്ന് ഞാൻ ധാരാളം പഠിച്ചു. ആലോചിച്ച് നോക്കൂ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്തുണ്ടായ ഒരുപാട് വിപ്ലവങ്ങൾ,
ചരിത്രങ്ങൾ അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങൾ ഇതെല്ലാം ഉണ്ടായത് ഒഴിവ് സമയത്തിൽ നിന്നാണ്. ഒഫീഷ്യൽ ടൈമിൽ നിന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല, വളരെ കുറവാണ്. പക്ഷേ ലെഷർ ടൈമിൽ നിന്ന് ധാരാളം സംഗതികൾ വന്നിട്ടുണ്ട്. വലിയ വലിയ പുസ്തകങ്ങൾ വന്നത് ലെഷർ ടൈമിൽ നിന്നാണ്. വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ വന്നത്, ഇൻവെൻഷൻസ്, അതെല്ലാം ഉണ്ടായത് ഒഴിവ് സമയത്തിൽ നിന്നാണ്. അപ്പോൾ ഒഴിവ് സമയം നമ്മൾ മനസ്സിലാക്കും പോലെ അത് അനുഗ്രഹമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിഅമതാനി മഅ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. 2 അനുഗ്രഹങ്ങൾ. അതിലൊന്ന് റസൂലുള്ളാഹി പറഞ്ഞത് അൽ ഫറാ, ലെഷർ ടൈം, ഒഴിവ് സമയമെന്നാണ്. അപ്പോൾ നമ്മൾക്ക് ഒഴിവ് സമയം ധാരാളമുണ്ട്. ആ ഒഴിവ് സമയം ഒഫീഷ്യൽ ടൈമിനേക്കാൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് ഹാദിഹി നിഅമ, അത് അനുഗ്രഹമാണെന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒഴിവ് സമയം അനുഗ്രഹമാണെന്ന് പറഞ്ഞതിലെ ഇത്രയും കാലം അതിൻ്റെ മീനിങ് നമുക്ക് മനസ്സിലായോ? ഇപ്പം മനസ്സിലായി കാണും. എനിക്ക് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലായി കാണും. കാരണം എന്താ? അവിടെയാണ് ഒരുപാട് സംഗതികൾ ഉടലെടുത്തത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും നല്ലൊരു റെമഡി എന്ന് പറയുന്നത് പ്രയർ ഈസ് ദ മെഡിസിൻ. നമ്മളേറ്റവും നല്ല മരുന്ന് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. നമ്മളേറ്റവും നല്ല മരുന്ന് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സംഗതികളിൽ നിന്ന് റസൂൽ കാവലിനെ ചോദിച്ചിട്ടുണ്ട്. എന്തിനൊക്കെ ചോദിച്ചു? അൽ ഹമ്മ, മനസ്താപം, വൽ ഹുസൻ, സാഡ്നസ്, ദുഃഖം, വൽ അജ്സ്, അശക്തി, വൽ കസൽ, മടി, വൽ ജുബൻ, ഭീരുത്വം, വൽ ബുഖൽ, പിശുക്ക്, വൽ ഇലഅദ്ദൈൻ, കടം അധികരിക്കുക, വഖഹ്രി റിജാൽ, മറ്റുള്ളവർ നമ്മളെ അതിജയിക്കുക, ആധിപത്യം ഉറപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാവലിനെ ചോദിച്ചിട്ടുണ്ട്. അതേ റസൂൽ തന്നെ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ, അല്ലാഹുവേ ഈ മതത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളെ നീ ബുദ്ധിമുട്ടിലാക്കരുതേ, മതമനുസരിച്ച് ജീവിക്കുമ്പോൾ ഞങ്ങളെ നീ മുസീബത്തിലാക്കരുതേ, വലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിനാ, ഈ ദുനിയാവ് നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശമാക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം, ദുനിയാവ് ഏറ്റവും വലിയ പ്രയാസമാക്കരുത്, നമ്മുടെ ഏറ്റവും വലിയ ഇൻറ്റൻഷൻ അത് ആക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വല മബ്ലഅ ഇൽമിന, ഇങ്ങനെ ഒരു പ്രാർത്ഥന പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാം. അവസാനമായി ഞാനൊരു കോട്ടിങ്, അറബിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഏറ്റവും സുന്ദരമായൊരു കോട്ടിങ് ഞാൻ പറയാൻ പോവാണ്. അതെന്താണെന്നറിയോ? ഇദാ ജഅകൽ മഹ്മൂം അൻസിത്, ഇദാ ജഅകൽ മഹ്മൂ അൻസിത്. ഒരു ഡിസ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിയ ആൾ വരുമ്പോൾ അദ്ദേഹത്തെ കേൾക്കാനൊന്ന് നമ്മൾ മനസ്സ് വെക്കുക. നോക്കണേ, ലിസൺ ടു ദ ഡിസ്ട്രെസ്ഡ് പേഴ്സൺ, അദ്ദേഹത്തിലേക്ക് ശ്രദ്ധിക്കുക. വ ഇദാ ജഅകൽ മുഅ്തദിർ ഇസ്ഫഹ്, ഒരാൾ മാപ്പ് ചോദിച്ചു വരികയാണ്, പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞാൽ മാപ്പ് നൽകുക, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ വ ഇദാ ഖസദകൽ മുഹ്താജ് അൻഫിക്, ഒരാൾ ആവശ്യം, എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞു വരികയാണ്, കൊടുക്കണം, ഗിവ്, നൽകണമെന്ന് ആ കോട്ടിങ്ങിൽ കാണാം. അവസാനം ലൈസൽ മത്ലൂബ്, അടുത്തതാണ് എന്നെ അട്രാക്ട് ചെയ്ത ഏറ്റവും വലിയ സെന്റൻസ്. ലൈസൽ മത്ലൂബ് അൻ യകൂന ഫീ ജൈബിക മുസ്ഹഫ്, നിങ്ങളുടെ കീശയിൽ പോക്കറ്റിൽ മുസ്ഹഫ് കൊണ്ട് നടക്കലല്ല കാര്യം, മറിച്ച് വലകിന്നൽ മത്ലൂബ അൻ തകൂന ഫീ അഖ്ലാഖിക ആയ, ബട്ട് നിങ്ങളുടെ സ്വഭാവത്തിൽ, ജീവിതത്തിൽ ബി എ ലിവിങ് വേഴ്സ്, ഒരു ആയത്തുണ്ടാവുക എന്നുള്ളതിലാണ് കാര്യം. എന്തല്ല, ഖുർആനിൽ പോക്കറ്റിൽ നമ്മൾ ഖുർആൻ മുഴുവനായി മടക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ കൊണ്ടു നടക്കുന്നതിലോ അല്ല കാര്യം, മറിച്ച് ആ ഖുർആനിലെ ഒരു ആയത്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ക്യാരക്ടറിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുന്നതിലാണ് കാര്യം. എന്തൊരർത്ഥവത്തായ വാക്കുകൾ! നമ്മൾ ആലോചിക്കുക, ഞാൻ ആലോചിക്കുക എന്നെക്കുറിച്ച്, നിങ്ങൾ ആലോചിക്കുക നിങ്ങളെക്കുറിച്ച്. ഖുർആനിലെ ഓരോ ആയത്തുകളും നമ്മുടെ ജീവിതത്തിലുണ്ടോ? ആ രീതിയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാകപ്പിഴവുകൾ അള്ളാഹു പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. കൂടുതൽ നന്മകൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങൾ അള്ളാഹു പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്, അള്ളാഹു അതിൽ നിന്നുള്ള മോചനം എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. സുഖമില്ലാതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ട്, നമ്മുടെ ബന്ധപ്പെട്ട സഹോദരങ്ങളുണ്ട്, വയ്യാതെ കിടക്കുന്നവരുണ്ട്, കഷ്ടപ്പെട്ട് പള്ളിയിലെത്തിയവരുണ്ട്. അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്, അവരുടെ ഖബറിടം അള്ളാഹു സ്വർഗീയമാക്കി കൊടുക്കുമാറാവട്ടെ. ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി ഫയാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار.
അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീം.